ഫ്രണ്ട്സ്, ഇത് കണ്ടോ, ഒരു പാത്രം നിറയെ മൊയിനുകളുണ്ട്. നമ്മുടെ എല്ലാ ഗപ്പികൾക്കും, നമ്മുടെ കയ്യിലുള്ള എല്ലാ ഗപ്പികൾക്കും കൊടുക്കാവുന്ന അത്ര മൊയിനുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇത്ര മൊയിനുകളെ നമുക്ക് എങ്ങനെ കൾച്ചർ ചെയ്തെടുക്കാമെന്നും, ഇപ്പോൾ പലരും നേരിടുന്ന പ്രശ്നമുണ്ട്, മൊയിനുകൾ കുറച്ചായി കഴിയുമ്പോൾ തന്നെ ക്രാഷായി പോകുക. അതുപോലെ തന്നെ വളരെ സ്ഥലപരിമിതികളൊക്കെ ഉള്ള കാരണം മൊയിനുകളെ കൾച്ചർ ചെയ്യാൻ പറ്റാതിരിക്കുക, വലിയ ടാങ്കും കാര്യങ്ങളും. അതൊന്നും വേണ്ട. ചെറിയ ചെറിയ ബക്കറ്റുകളിൽ നമുക്ക് എങ്ങനെയാണ് മൊയിനുകളെ ഇതുപോലെ കൾച്ചർ ചെയ്തിട്ട് അതുപോലെ തന്നെ ആ മൊയിനുകളെല്ലാം ഗപ്പികൾക്ക് കൊടുക്കുന്നത് നമുക്ക് ഇന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു 10 ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ക്ലീനൊക്കെ ചെയ്തെടുത്ത് പെയിൻറ്റൊക്കെ കളഞ്ഞ ബക്കറ്റ്, ഏകദേശം 3/4 ഭാഗത്തിലധികം വെള്ളം, അതായത് നമ്മുടെ ഒരു വിരൽ അളവ് എടുക്കാൻ നേരത്ത് അതിൻ്റെ താഴെ നിൽക്കുന്ന അത്രയും വെള്ളം. ഇപ്പോൾ ബക്കറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. വെറും 10 ലിറ്ററിൻ്റെ ഒരു ചെറിയ ബക്കറ്റിൽ നല്ല രീതിയിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ സ്റ്റാർട്ടിങ് കൾച്ചർ, മൊയിനയുടെ സ്റ്റാർട്ടിങ് കൾച്ചർ നമ്മൾ ഇറക്കി വിടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കൾച്ചർ മൊയിനകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ മൊയിനകൾ നിങ്ങൾക്ക് ഈ നെറ്റിൽ കാണാൻ പറ്റും. ഇതൊരു 10 കൾച്ചറിനുള്ള മൊയിനകളുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്ര ആവശ്യമില്ല. നമ്മൾ വളരെ കുറച്ച് മൊയിനകൾ മാത്രമേ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് റിലീസ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ കയ്യിലുള്ള സ്റ്റാർട്ടിങ് കൾച്ചർ മൊയിനകളുടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കിയിട്ടുള്ളൂ. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഏകദേശം ഒരു 10-30 മൊയിനകൾ കൂടിപ്പോയാലുണ്ടാകും. നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നമുക്ക് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കൾച്ചറിന് ആവശ്യമായിട്ടുള്ളൂ. അതിനുശേഷം നമുക്ക് കുറച്ച് ഈസ്റ്റ് കലക്കിയ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച്, അതായത് 1-2 തുള്ളി മാത്രമേ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നുള്ളൂ. നമ്മൾ ഒഴിച്ച മൊയിനുകൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രം. അതിനുശേഷം നമുക്ക് ഇതുപോലൊരു തുണി ഉപയോഗിച്ച് ബക്കറ്റിൻ്റെ വായ കൊതുക് കയറാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ കെട്ടിവെച്ച് കൊടുക്കാം. എല്ലാ ദിവസവും മുടങ്ങാതെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കണം. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമോണിയ കെട്ടി മൊത്തം ക്രാഷ് ആകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ കൃത്യം ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മൊയിനുകൾ കൾച്ചറായിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ചീത്തായി തുടങ്ങി. ഒരാഴ്ച കൊണ്ട് തന്നെ വെള്ളം ചീത്തായി തുടങ്ങി. അപ്പോൾ നമ്മളിനി ഈ ഒരു നെറ്റ് ഉപയോഗിച്ച് എന്തോരം മൊയിനുകളായിട്ടുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് കോരിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് മൊയിനുകളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ കൾച്ചർ. അപ്പോൾ ഇതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഇനി മറ്റുള്ള സ്റ്റാർട്ടിങ് കൾച്ചറിന് വേണ്ടിയിട്ടുള്ള മൊയിനുകൾ എടുക്കാൻ പോകുന്നത്. ഇനി അടുത്ത ഒരാഴ്ച കൂടി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മൊയിനുകളെ പിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് മൊത്തം കളയാൻ പോവുകയാണ്. കാരണം അപ്പോഴത്തേക്കും വെള്ളം മുഴുവൻ ചീത്തായി മൊയിനുകളെല്ലാം ക്രാഷ് ആയിട്ടുണ്ടാകും. അപ്പോൾ അത് ക്രാഷ് ആവുന്നതിന് മുമ്പായിട്ട് നമ്മൾ വേറെ കൾച്ചർ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റി വേറെ കൾച്ചർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് സ്റ്റാർട്ടിങ് കൾച്ചർ എടുത്ത് മറ്റുള്ള ബക്കറ്റുകളിലേക്ക് മൊയിനുകളെ കൾച്ചർ ചെയ്യാനിടാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വേറെ ബക്കറ്റുകളിൽ ഇതുപോലെ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 ലിറ്റർ അതുപോലെ തന്നെ 5 ലിറ്റർ ചെറിയ ബക്കറ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബക്കറ്റുകൾ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. മാക്സിമം എണ്ണം ബക്കറ്റുകളിൽ നമ്മൾ മൊയിനെ കൾച്ചർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്രാഷായി പോകുന്നത് ഒഴിവാക്കാനും പറ്റും. നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും മൊയിനെ നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും, മീനുകൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ബക്കറ്റുകളെല്ലാം നമ്മൾ ഈ കൾച്ചർ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഈസ്റ്റ് വെള്ളം നമുക്ക് സെറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു കുപ്പിയുടെ മൂടിയിൽ നമ്മൾ ഈസ്റ്റ് എടുക്കുകയാണ്. ഇതിനി തരി ഈസ്റ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഈസ്റ്റ് വേണം. കാരണം നമ്മൾ കുറേ ഒരു ബക്കറ്റിലുണ്ടായിരുന്ന മൊയിനുകളെ നമ്മൾ പല ബക്കറ്റുകളിലേക്ക് കൾച്ചർ ചെയ്യാൻ മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരേ സമയം ഏകദേശം 7-8ഓളം ബക്കറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള മൊയിനുകൾക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാം നമ്മൾ ഇപ്പോൾ ഈസ്റ്റ് കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഈസ്റ്റ്, ഏകദേശം 1.5 മൂടി ഈസ്റ്റാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ കലക്കി അതുപോലെ തന്നെ മൊയിനുകൾക്ക് നമുക്ക് സ്റ്റാർട്ടിങ് കൾച്ചറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. എല്ലാവരുടെയും മൊയിനെ ക്രാഷായി പോകാൻ മെയിനായിട്ടുള്ള കാരണം തന്നെ ഈ ഈസ്റ്റ് ഒഴിച്ച് കൊടുക്കുമ്പോഴുള്ള അശ്രദ്ധ മൂലമാണ്. നമ്മൾ എന്തോരം മൊയിനുകളാണ് കൾച്ചറിന് ഇടുന്നത് അതിന് ആവശ്യമായിട്ടുള്ള ഈസ്റ്റ് മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസം ചെല്ലുന്തോറും മൊയിനുകൾ പെരുകുന്നതനുസരിച്ച് മാത്രം ഒഴിക്കുന്ന ഈസ്റ്റിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ അതുപോലെ തന്നെ ഈ കാണുന്നത് ഞാൻ മറ്റുള്ള ചെറു ബക്കറ്റുകളിലേക്ക് കൾച്ചർ എടുത്ത് മാറ്റിയതാണ്. അപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഏകദേശം നല്ല രീതിയിൽ എല്ലാ ബക്കറ്റുകളിലും ആയിട്ടുണ്ട്. ഇതുപോലെ ക്രാഷ് ആവുന്നതനുസരിച്ച് ഓരോ ബക്കറ്റുകളിൽ നിന്നും മറ്റുള്ള ബക്കറ്റിലേക്ക് ഇതുപോലെ മാറ്റിയിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ മൊയിനുകളുണ്ടാവും. അപ്പോൾ 1-2 ബക്കറ്റുകളിലെ ക്രാഷായി പോയി കഴിഞ്ഞാലും നമുക്ക് ബാക്കിയുള്ള ബക്കറ്റുകളുണ്ടാവും. അപ്പോൾ ക്രാഷായി പോയ ബക്കറ്റുകളെ നമ്മൾ രണ്ടാമത് വീണ്ടും എടുത്ത് കൾച്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ മാത്രമല്ല നമുക്ക് വളരെ കുറഞ്ഞ സ്ഥലത്ത് വളരെ കുറഞ്ഞ വലിയ ടബിൻ്റെ ഒന്നും ആവശ്യമില്ല. ചെറിയ ബക്കറ്റുകളിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ കൊതുകുകൾ വന്ന് മുട്ടയിട്ടുണ്ട്. കാരണം ഈ ചെറിയ ബക്കറ്റുകളിലൊന്നും നമ്മൾ മൂടി വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ മുട്ട നല്ല രീതിയിൽ കൊതുകിട്ട് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ വേറൊരു മൊയിനുകളെ തന്നെ ഇട്ടിരിക്കുന്ന വേറൊരു ചെറിയ ബക്കറ്റിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊതുകുകളുടെ ലാർവകളും നമുക്ക് മീനെ കൊടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം അവിടെ ഇരുന്ന് വിരിയുകയും കൊതുകിൻ്റെ ലാർവ അത്യാവശ്യം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്നും മൊയിനുകൾ മാത്രമല്ല കൊതുകിൻ്റെ ലാർവയെ നമുക്ക് അരിച്ചു കൊടുക്കാൻ പറ്റും.
ഒരു 3 ദിവസം കൊണ്ട് തന്നെ നമ്മൾ മാറ്റി കൾച്ചർ ചെയ്ത ബക്കറ്റുകളെല്ലാം തന്നെ മൊയിനുകൾ നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പോൾ കാണാൻ പറ്റും എല്ലാ ഇതിൻ്റെ അകത്തും എല്ലാ ചെറു ബക്കറ്റുകളിലും മൊയിന നല്ല രീതിയിലായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഇട്ട ബക്കറ്റാണ്, അതിൻ്റെ അകത്തും വന്നിട്ടുണ്ട്. മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ഇപ്പോൾ കൂത്താടികൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂത്താടികൾ നല്ല രീതിയിൽ എല്ലാ എഗ്ഗും കളക്ട് ചെയ്തൊരു ബക്കറ്റിൽ കൂട്ടി വെച്ചപ്പോൾ അതിൻ്റെ അകത്ത് കൂത്താടികൾ മാത്രം, മൊയിനകളുടെ ഒപ്പം തന്നെ കൂടുതലും കൂത്താടികളാണ്. ഇനി നമുക്ക് കൂത്താടികൾ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഗപ്പികൾക്ക് എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ കൊതുകുകൾ വന്ന് മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഇതുപോലെ വീണ്ടും ഈ ബക്കറ്റിലേക്ക് എടുത്ത് മാറ്റിയാൽ മതിയാവും. നമ്മൾ 8-9 ബക്കറ്റുകളിൽ മൊയിനകളൊക്കെ കൾച്ചർ ചെയ്യാനിട്ടില്ല, നല്ല രീതിയിൽ മൊയിനകളായിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഇട്ടേക്കുന്ന 1-2 ബക്കറ്റുകൾ. ഇതിപ്പോൾ ഈ ബക്കറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ മൊയിനകൾ ആയി വരുന്നുണ്ട്. ഏകദേശം 2-3 ദിവസമായിട്ടുള്ളൂ നമ്മൾ ഇതിൻ്റെ അകത്ത് കൾച്ചർ ചെയ്യാനായിട്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഇട്ട ഈ ബക്കറ്റിൽ മൊയിനകൾ ഒട്ടും തന്നെ ഇല്ല, കാരണം ക്രാഷായി പോയിരിക്കുന്നത്. കാരണം നിങ്ങളൊന്നുകൂടി സൂക്ഷിച്ച് നോക്കിയാൽ പറ്റും, പെയിൻറ്റിൻ്റെ പാടയോ മഴവെള്ളം വീണോ എന്ന് തോന്നുന്നു. നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ കണ്ടീഷൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊയിനകൾ ഇനി ആവില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് രണ്ടാമത് വീണ്ടും ചെയ്യുന്നതാണ്. അപ്പോൾ മൊയിനകൾ കൾച്ചർ ചെയ്യുന്നവർക്ക് അറിയാം, നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി ഇതുപോലെ മൊയിനകൾ പെട്ടെന്ന് ക്രാഷായി പോകാനായിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ പല പല ബക്കറ്റുകളിൽ നമ്മൾ മൊയിനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും, നമ്മൾ ഇത് മാത്രം നമ്മൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത് മുഴുവൻ മൊയിനകൾ ഇപ്പോൾ ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടു പോയേനെ. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ, അതായത് ഒരുപാട് ബക്കറ്റുകളിൽ നമ്മൾ മൊയിനകൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളിന്ന് മൊയിനകൾ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റി. ഇനി ഈ ഒരു ബക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂത്താടികൾ നല്ല രീതിയിലായിട്ടുണ്ട്. ഏകദേശം 4-5 ദിവസം പ്രായമായ കൂത്താടികളാണ്. അപ്പോൾ ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് ഗപ്പികൾക്ക് കൊടുക്കണം. കാരണം ഇതിൽ കൂടുതൽ ദിവസം ഇനി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂത്താടികൾ നല്ല രീതിയിൽ വലിപ്പം വെക്കുകയും ഗപ്പികൾക്ക് കഴിക്കാൻ പറ്റാതാവുകയും അതുപോലെ തന്നെ ദഹനത്തിന് പ്രശ്നം വരികയും ചെയ്യും. അപ്പോൾ നമുക്കിത് എത്രയും പെട്ടെന്ന് അരിച്ച് ഗപ്പികൾക്ക് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് കൂത്താടികളെ നല്ല രീതിയിൽ അരിച്ചിട്ട് ഗപ്പികൾക്ക് കൊടുക്കാം. പല സൈസിലുള്ള കൂത്താടികൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മൾ പല ദിവസങ്ങളിലായി കളക്ട് ചെയ്ത മുട്ടകളായതുകൊണ്ട് തന്നെ ഒരു ദിവസം പ്രായമായ കൂത്താടികൾ മുതൽ ഏകദേശം 4-5 ദിവസത്തോളം പ്രായമായ വലിപ്പമുള്ള കൂത്താടികൾ വരെ ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ടാങ്കിലൊക്കെ ഗപ്പിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിന് കഴിക്കാൻ പറ്റിയ ഒരു പരുവത്തിലുള്ള കൂത്താടികൾ, അത്ര ചെറിയ കൂത്താടികൾ വരെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രയും കൂത്താടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും നല്ല രീതിയിൽ കൂത്താടികൾ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള എല്ലാ മീനുകൾക്ക് കൊടുക്കാനായിട്ട് ഏകദേശം തികയുന്നത്രയും കൂത്താടികളാണ് നമുക്ക് ഈ ഒറ്റ ബക്കറ്റിൽ നിന്ന് കിട്ടിയത്. ഇത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് നമുക്കിനി കൊടുത്തു നോക്കാം. നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഒരു കപ്പിലേക്ക് ആക്കിയപ്പോഴത്തേക്കും ഏകദേശം ഇത്രയും കൂത്താടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ബക്കറ്റിൽ നിന്ന് കിട്ടിയ കൂത്താടികളാണ് ഇത്രയും. അപ്പോൾ ഇത് നമുക്ക് മീനുകൾക്ക് കൊടുത്തു നോക്കാം. ഓവർ ഫീഡ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക എപ്പോഴും. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ തന്നെ മീനുകളെല്ലാം നല്ല രീതിയിൽ വന്ന് ഫുഡ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാ ബക്കറ്റിലെ മൊയിനകളെയും ഒരുമിച്ച് നമുക്കൊന്ന് കളക്ട് ചെയ്ത് നോക്കാം. ഒരു പരീക്ഷണം പോലെ ഏകദേശം എന്തോരം മൊയിനകളെ നമുക്ക് കിട്ടുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ ആദ്യത്തെ ബക്കറ്റിൽ കോരിയപ്പോൾ തന്നെ ഏകദേശം നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചെറിയ ബക്കറ്റിലൊന്ന് കോരി നോക്കാം. അപ്പോൾ അങ്ങനെ ഓരോരോ ബക്കറ്റിലുകൾ നമ്മൾ കോരാൻ നേരത്ത് നമുക്ക് നല്ല രീതിയിൽ മൊയിനകൾ കിട്ടുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് കൾച്ചറായി വരുന്ന ബക്കറ്റുകളൊന്നും കോരുന്നില്ല, നല്ല രീതിയിൽ മൊയിനകളായ ബക്കറ്റുകളിൽ മാത്രം നമ്മൾ കോരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൂത്താടികളെയും കിട്ടുന്നുണ്ട്. അപ്പോൾ ചില ബക്കറ്റുകളൊക്കെ കൂത്താടികൾ വന്ന് മുട്ടയിട്ട് പോയിട്ട് കൂത്താടികൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കൂത്താടികളെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. മൊയിനയും കൂത്താടികളും കൂടിയാണ് കിട്ടുന്നത്. അതെല്ലാം നമുക്ക് ഗപ്പികൾക്ക് വാഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല രീതിയിൽ അരിച്ച് കഴുകിയെടുത്ത മൊയിനകൾ നമുക്ക് ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ സ്പ്രെഡായി പോകുന്നത് കാണാൻ പറ്റും. നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മുടെ കയ്യിലുള്ള ഗപ്പികൾക്ക് എല്ലാം തന്നെ കൊടുക്കാവുന്ന രീതിയിൽ അത്രയുള്ള ക്വാണ്ടിറ്റിയിൽ നമുക്ക് മൊയിനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ദിവസം കളക്ട് ചെയ്ത മൊയിനകളാണ്. ഇതുപോലെ എല്ലാ ദിവസവും നമുക്ക് ഇതുപോലെ കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ക്രാഷായി പോകുന്നതനുസരിച്ച് നമ്മൾ കൾച്ചർ മാറ്റി ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞതനുസരിച്ച് വെറും 10-30 മൊയിനകളിൽ നിന്നാണ് ഏകദേശം ഇത്ര മൊയിനകൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ നല്ല രീതിയിൽ കൾച്ചർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മൊയിനകളെ കൾച്ചർ ചെയ്ത് ഗപ്പികൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഗപ്പികൾക്ക് മാത്രമല്ല ബെറ്റാസിന് നമുക്ക് ഈ മൊയിനകളെ കൊടുക്കാവുന്നതാണ്. പല സൈസിലുള്ള മൊയിനകൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, വളരെ ചെറിയ മൊയിനകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ഫുഡ് എടുക്കാൻ തുടങ്ങിയ ബെറ്റാസ് ഇപ്പോൾ അർട്ടീമിയ കൊടുത്തു കഴിഞ്ഞ സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൊയിനകളെ കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും മൊയിന കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ.